ജനങ്ങളോടുള്ള വെല്ലുവിളി അവസാനിപ്പിക്കുക. ആകാശപാതയുടെ നിർമ്മാണത്തിനിടെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുവാൻ തകർന്ന റോഡുകൾ 3 ദിവസത്തിനുള്ളിൽ നന്നാക്കണമെന്ന തീരുമാനം അട്ടിമറിച്ചതിൽ പ്രതിഷേധിച്ച് അലൂര് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആകാശപാത നിർമ്മാണം തടസ്സപ്പെടുത്തി ധർണ നടത്തി. കരാർ കമ്പനിയും നാഷണൽ ഹൈവേ അധികാരികളും വ്യവസ്ഥകൾ പാലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. 3 ദിവസം പിന്നിട്ടിട്ടും റോഡ് നിർമ്മാണം പകുതി പോലും പൂർത്തിയായിട്ടില്ല. വാഹനങ്ങൾ ഇടറോഡിലൂടെ തിരിച്ചുവിടുന്നത് മൂലം അലൂര് മുതൽ തുറവൂർ വരെയുള്ള ഭാഗങ്ങളിലെ ജനങ്ങൾ പ്രതിസന്ധിയിലായി. ഈ ഭാഗത്തെ സ്കൂളുകൾക്ക് തുടർച്ചയായ അവധി നൽകിയിരിക്കുകയാണ്. അപകടരഹിതമായ യാത്രാ സംവിധാനം ഒരുക്കുന്നതിന് ഇരുവശങ്ങളും ടാർ ചെയ്യുമെന്ന പ്രഖ്യാപനവും പാഴായെന്ന് പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു. ടാറിങ്ങിന് പകരം കോൺക്രീറ്റ് ചെയ്യുന്നത് ശാസ്ത്രീയമായ രീതിയിലല്ല. പല സ്ഥലങ്ങളിലും തോരാമഴയിൽ കോൺക്രീറ്റ് ഒലിച്ചു പോവുകയാണ്. കരാർ കമ്പനി ജനങ്ങളെ പറ്റിക്കുകയാണ്. ഇതിനെല്ലാം ജില്ലാ കളക്ടറും നാഷണൽ ഹൈവേ അതോറിറ്റിയും ഒത്താശ നൽകുകയാണെന്നും പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രാഖി ആന്റണി ധർണ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഇ ഇഷാദ്, സി കെ പുഷ്പൻ, എ അലക്സ്, എം പി ബിജു, സന്ധ്യ ശ്രീഷൻ, ഇ വി തിലകൻ, ഉദയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജനപക്ഷത്ത് നിന്നുള്ള പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രക്ഷോഭങ്ങൾക്ക് സൗഹൃദം കൂട്ടായ്മ പിന്തുണ നൽകുമെന്ന് ജില്ലാ പ്രസിഡന്റ് ബി അൻഷാദ് അറിയിച്ചു. വൃത്തിയാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഈ വർക്ക് നിർബാധം തരുന്ന കമ്പനിക്ക് ലാഭമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി നടത്തുന്ന ഈ പ്രവർത്തനത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇന്ന് ഭരണസമിതി ഐക്യകണ്ഠേന തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വർക്ക് തടസ്സപ്പെടുത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത്.